എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമിസ്റ്റർ എക്സാമിൻ്റെ റീവാലുവേഷന് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ അടുക്കുന്നതിന് മുമ്പ് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും പഠിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാൻ, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ റീവാലുവേഷനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. സ്ക്രീനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫോർത്ത് സെമസ്റ്റർ SDE, CBCSS, BA, BA അഫ്സലുലുമ, BSc മാത്തമാറ്റിക്സ് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഏപ്രിൽ 2025, 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് ഓഗസ്റ്റ് മാസം 31 വരെ റീവാലുവേഷനായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ SDE, CBCSS, BCom, BBA റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഏപ്രിൽ 2025, 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് മാസം 29 വരെ എന്ത് ചെയ്യാം, റീവാലുവേഷനായിട്ട് അപ്ലൈ ചെയ്യാം. ഫോർത്ത് സെമസ്റ്റർ BA, AFU, BSW, BTFP, BBC, CBCSS റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഏപ്രിൽ 2025 പരീക്ഷകളുടെ റീവാലുവേഷന് ഓഗസ്റ്റ് മാസം 28 വരെയും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ റീവാലുവേഷൻ ഫോർത്ത് സെമസ്റ്റർ BSc, BCA, CBCSS റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഏപ്രിൽ 2025 പരീക്ഷകളുടെ റീവാലുവേഷന് ഓഗസ്റ്റ് മാസം 29 വരെയും അപ്ലൈ ചെയ്യാം. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കാണുന്നവർ തീർച്ചയായും നിങ്ങളുടെ കാണാത്ത സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വിദ്യാർത്ഥികൾ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈ ഫോർ ദ കരിയർ.